ഹായ് ഹലോ നമസ്കാരം. അതെ, ഇപ്പോഴത്തെ ഈ ട്രെൻഡിങ്ങിൽ ഓടിക്കൊണ്ടിരിക്കുന്ന ഈ പെപ്ലം ടോപ്പ് എങ്ങനെ സ്റ്റിച്ച് ചെയ്യുന്നതെന്ന് നമുക്ക് നോക്കിയാലോ. എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുകയാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറക്കരുത് കേട്ടോ. കൂടാതെ വീഡിയോ സ്കിപ്പ് ചെയ്യാതെയും കൂടി കാണണേ, കാരണം ഡീറ്റെയിൽ ആയിട്ട് കാണിക്കുന്നുണ്ട്. തുണി ഞാൻ എന്താ ഇതേപോലെ 4ആയിട്ട് മടക്കിയിട്ടിട്ടുണ്ട്. അതായത് 2ആയിട്ട് മടക്കിയിട്ടിട്ട് മേളിൽ നിന്ന് താഴോട്ടാട്ടോ ഇട്ടേക്കുന്നത്. കാരണം ലൈൻസ് ഇങ്ങനെ നീളത്തിൽ നിൽക്കാൻ വേണ്ടിയിട്ടാണ്. ഈ ഈസി മെത്തേഡിലാണ് കട്ട് ചെയ്യാൻ പോണത്. നമ്മുടെ അളവ് ടോപ്പ് എടുത്തതാ ഇതേപോലെ വെക്കുക. അതായത് നമുക്ക് തീരെ തയ്ക്കാൻ അറിയാത്തവർക്കും കൂടി വേഗം സ്റ്റിച്ച് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു മെത്തേഡാണ് കേട്ടോ. അപ്പോൾ ഇതാ ഇതുപോലെ വെക്കുക. ഇനി ഇതിലുള്ള ജോയിൻറ്റ്സ് ഒക്കെ കറക്റ്റായിട്ട് മാർക്ക് ചെയ്ത് കൊടുക്കാം. നെക്ക്, ഷോൾഡർ, പിന്നെ ഈ കൈക്കുഴിയുടെ ഭാഗം, ഇതെല്ലാം കറക്റ്റായിട്ട് ചെയ്ത് കൊടുക്കാം. ഇതിന് ശേഷം നമുക്ക് തയ്യൽ തുമ്പ് ഇട്ട് കൊടുക്കാവേ. അപ്പോൾ നമുക്ക് ഇറക്കം എല്ലാം ഇതുപോലെ മാർക്ക് ചെയ്ത ശേഷം നമുക്ക് അളവ് ടോപ്പ് എടുത്ത് മാറ്റാം കേട്ടോ. എന്നിട്ട് ആ കറക്റ്റ് നമ്മൾ വരച്ച ലൈനൊക്കെ ഒന്ന് ഷാർപ്പ് ചെയ്ത് കൊടുക്കണം. നിങ്ങൾക്ക് കാണാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഒന്ന് ഷാർപ്പ് ചെയ്ത് കൊടുക്കുന്നത്. ഇതുപോലെ മാർക്ക് ചെയ്ത് കൊടുക്കാവേ. ഇനി നമ്മൾ തയ്യൽ തുമ്പുകൾ കേട്ടോ മാർക്ക് ചെയ്ത് കൊടുക്കാൻ പോകുന്നത്. അതായത് നെക്കിൽ നിന്ന് 4 ഇഞ്ച് ഇപ്പുറത്തോട്ടും ഷോൾഡറിൻ്റെ അവിടെ നിന്ന് അപ്പുറത്തോട്ടും പിന്നെ കൈക്കുഴിയുടെ മേലേക്കും ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുക. ഇനി ഈ വരച്ച ലൈനുകളൊക്കെ നമുക്കൊന്ന് കൂട്ടി യോജിപ്പിച്ച് കൊടുക്കാവേ. ആ 2 ലൈനും കൂടി ജോയിൻ ചെയ്യുമ്പോൾ ഒരു ബോക്സ് പോലെ ആവുമല്ലോ, അവിടെ വെച്ചിട്ട് നമുക്കൊന്ന് കൈക്കുഴി ഒന്ന് ഇങ്ങനെ വളച്ച് വരച്ചു കൊടുക്കണം കേട്ടോ. എന്നിട്ട് നെക്കിൻ്റെ നമുക്ക് നെക്ക് മാർക്ക് ചെയ്തതും കൂടി ഒന്ന് ജോയിൻ ചെയ്തിട്ട് അവിടെ ഒരു ബോക്സ് പോലെ ആവും. അപ്പോൾ നിങ്ങൾക്ക് ഏത് നെക്കാണ് വേണ്ടതെന്ന് ചോദിച്ചാൽ ആ ബോക്സിനുള്ളിലാണ് നിങ്ങൾ വരയ്ക്കേണ്ടത്. ഇവിടെ ഇപ്പം ഞാൻ സ്ക്വയർ നെക്ക് തന്നെയാണ് എടുക്കുന്നത്. അതുകൊണ്ട് ആ സ്ക്വയർ അങ്ങനെ തന്നെ ഞാൻ മാർക്ക് ചെയ്യുകയാണേ. ഇതൊരു മീഡിയം സൈസിലുള്ള ടോപ്പാണ് കേട്ടോ. അപ്പം നെക്ക് ലെങ്ത് എന്ന് പറയുന്നത് ഞാൻ എടുത്തേക്കുന്നത് 5 ഇഞ്ചസ് ആണ്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടത്തിനനുസരിച്ച് എടുക്കാം. ഇനി നമുക്ക് മാർക്ക് ചെയ്തതൊക്കെ വെച്ചിട്ട് ഒന്ന് കട്ട് ചെയ്തെടുക്കാവേ. അങ്ങനെ നമ്മളിതാ ബാക്കും ഫ്രണ്ടും ഒക്കെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഫ്രണ്ടിൻ്റെ നെക്ക് വന്നിട്ട് 5 ഇഞ്ചാണ് കൊടുത്തത്, പക്ഷേ ബാക്ക് ഞാൻ 4 ഇഞ്ചാണ് കൊടുക്കാൻ പോണത്. അപ്പോൾ അത് നമുക്ക് കട്ട് ചെയ്തെടുക്കാം. ഇനി നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച്, അതായത് നിങ്ങൾക്ക് ഫ്രണ്ടിലും ബാക്കിലും ഒരേ ലെങ്ത് തന്നെയാണ് വേണം എന്നുണ്ടെങ്കിൽ അതേപോലെ കട്ട് ചെയ്തെടുക്കാം. ഞാനിപ്പോൾ ബാക്കിൽ 4 ഇഞ്ചും ഫ്രണ്ടിൽ 5 ഇഞ്ചുമാണ് എടുത്തത്. അതുപോലെ ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമ്മുടെ ടോപ്പിൻ്റെ ഫ്രിൽസ് ഉണ്ടല്ലോ, അതായത് ബോഡി കഴിഞ്ഞിട്ടുള്ള ഭാഗം, ആ ഫ്രിൽസാണ് നമ്മൾ കട്ട് ചെയ്തെടുക്കാൻ പോകുന്നത്. ഇപ്പോൾ ബോഡി പോർഷൻ വന്ന് അതിൻ്റെ സ്ട്രൈപ്സ് വന്നിട്ട് ഹൊറിസോണ്ടലാണ്. ഇനി നമ്മൾ വെർട്ടിക്കലായിട്ടാണ് കേട്ടോ കട്ട് ചെയ്യാൻ പോകുന്നത്. ഒന്നുമല്ല, ഒരു ഭംഗിക്ക് വേണ്ടിയിട്ടാണ്. അപ്പോൾ നമ്മുടെ ടോപ്പ് എത്ര ലെങ്ത് ആണോ അതിൽ നിന്ന് 10 ഇഞ്ചസ് ബോഡി പോർഷൻ കഴിഞ്ഞിട്ടുള്ള ഭാഗമാണ് നമ്മൾ എടുക്കാൻ പോകുന്നത്. അപ്പോൾ എനിക്ക് വന്നിട്ട് 10 ഇഞ്ചായിരുന്നു ബോഡി പോർഷൻ വന്നത്. ടോട്ടൽ 23 ആയിരുന്നു. അപ്പോൾ ആ 10 കഴിഞ്ഞിട്ടുള്ള ബാലൻസ് 13 ഇഞ്ചാണ് നമ്മളിപ്പോൾ ഫ്രിൽസിന് എടുക്കാൻ പോകുന്നത്. അപ്പം നമ്മുടെ ബോഡിയുടെ പകുതിയോളം പണികൾ കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ടത് സ്ലീവ്സ് ആണ്. അപ്പം നമുക്ക് അതേപോലെ സ്ലീവ്സ് 4 മടക്കിൽ തുണി മടക്കിയിട്ട ശേഷം ഏത് സ്ലീവാണ് നമുക്ക് അളവ് വേണ്ടത് ആ സ്ലീവ് എടുത്ത് നമുക്ക് മേലെ വെച്ച് കൊടുത്തിട്ട് സെയിം അതേപോലെ തന്നെ നമുക്ക് മാർക്ക് ചെയ്ത് കൊടുക്കാം. കറക്റ്റ് വണ്ണത്തിൽ നമുക്ക് മാർക്ക് ചെയ്ത് കൊടുക്കാവേ. അപ്പോൾ നമ്മൾ മാർക്ക് ചെയ്ത് ലൈൻസൊക്കെ നമുക്ക് വരച്ചെടുക്കാം. ഒരു 1-1.5 ഇഞ്ചോ തയ്യൽ തുമ്പിട്ട ശേഷം വേണം നമ്മൾ ആ മാർക്ക് ചെയ്ത് ലൈനൊക്കെ ഒന്ന് വരച്ചെടുക്കാൻ വേണ്ടി. ബോഡിയുടെ പോലെ തന്നെ സ്ലീവ്സിലും നമ്മൾ ഫ്രിൽസൊക്കെ കൊടുക്കുന്നുണ്ടല്ലോ. അപ്പോൾ നമ്മൾ അതിലും ഫുൾ ലെങ്ത് എടുത്ത ശേഷം ബോഡി പോർഷൻ കുറച്ചതിന് ശേഷമാണ് ഫ്രിൽസ് എടുത്തത്. അതേപോലെ തന്നെ സ്ലീവ്സിൻ്റെ എത്ര ലെങ്താണോ വേണ്ടത്, ഇതിപ്പോൾ ഞാൻ 3/4 ആണ് വെക്കുന്നത്. അപ്പോൾ 3/4 ഒരു മുട്ട് വരെയുള്ള ലെങ്ത് നീളത്തിലെടുത്തിട്ട് പിന്നെ ഫ്രിൽസിന് എത്രയാണോ പോർഷൻ വേണ്ട, അതിപ്പോൾ ഞാൻ ഒരു 5 ഇഞ്ചാണ് എടുത്തേക്കുന്നത്. ആ 5 ഇഞ്ച് വെച്ചിട്ട് നമ്മളിതാ മാർക്ക് ചെയ്തിട്ട് കട്ട് ചെയ്തെടുക്കുകയാണ് ഫ്രിൽസ് കൊടുക്കാനുള്ളത്. അപ്പോൾ ഇതോടെ നമ്മുടെ ടോപ്പിൻ്റെ കട്ടിംഗ് ഒക്കെ കഴിഞ്ഞിരിക്കുകയാണ്. സ്ലീവ് ആയിട്ടുണ്ട്, ബോഡി പോർഷൻ ആയിട്ടുണ്ട്, മറ്റേ താഴെ കൊടുക്കാനുള്ള ഫ്രിൽസും ഒക്കെ ആയിട്ടുണ്ട്. ഇനി ലൈനിങ് വെക്കുന്നവർക്ക് ബോഡി പോർഷനിൽ ലൈനിങ് വെക്കാം, നിർബന്ധമില്ല. പക്ഷെ ഞാൻ ലൈനിങ് വെച്ചിട്ടാട്ടോ സ്റ്റിച്ച് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ലൈനിങ് വെക്കേണ്ടത് നമ്മൾ അടിച്ച് മറിച്ചെടുക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നല്ല വശവും ലൈനിങ്ങിൻ്റെ ഭാഗത്ത് വരുന്ന രീതിയിലാണ് വെക്കുന്നത്. എന്നിട്ട് നമ്മൾ ഫസ്റ്റ് നെക്കിലാണ് തുടങ്ങുന്നത്. നെക്ക് അടിച്ച് നമ്മൾ മറച്ചെടുക്കാൻ വേണ്ടി പോവുകയാണ് കേട്ടോ. അപ്പോൾ ഇതേപോലെ നെക്കിൻ്റെ ചുറ്റും ഇതൊന്ന് അടിച്ചു കൊടുത്ത ശേഷം നമുക്ക് ഒന്ന് കട്ട് ചെയ്ത് കളഞ്ഞതിന് ശേഷം ആ മൂല, അതായത് സ്ക്വയർ ആകുമ്പോൾ മൂലയുടെ 2 ഭാഗവും ഒന്ന് കട്ട് ചെയ്തിട്ട് വേണം നമ്മൾ തിരിക്കാൻ വേണ്ടിയിട്ട്. ഇല്ലെങ്കിൽ അത് കറക്റ്റായിട്ട് തിരിഞ്ഞ് വരില്ല കേട്ടോ. അപ്പോൾ നിങ്ങൾ ഏത് നെക്കാണോ ചെയ്യുന്നതെന്ന് വെച്ചാൽ, അപ്പോൾ റൗണ്ട് നെക്കാണെങ്കിൽ ചുറ്റും ഒന്ന് ഇങ്ങനെ ഓരോ കട്ട് ചെയ്ത് കൊടുക്കണം. എന്നിട്ട് ഇങ്ങനെ മറിച്ചിടുന്ന സമയത്ത് നന്നായിട്ട് വലിഞ്ഞ് നിൽക്കും. ഇനി ഇതിൻ്റെ മുകളിലേക്ക് ഒന്ന് നന്നായിട്ട് പതിച്ചടിച്ചു കൊടുക്കണം കേട്ടോ. അപ്പോൾ കഴുത്ത് നന്നായിട്ട് പെർഫെക്റ്റ് ആയിട്ട് അവിടെ ഇരിക്കുകയെ. ഇതേപോലെ നമ്മൾ പതിച്ചടിച്ചെടുക്കുന്നുണ്ട്. ചിലവർ ഡബിൾ സ്റ്റിച്ച് ചെയ്യാറുണ്ട് കേട്ടോ. അതായത് ഇങ്ങനെ
ഇങ്ങനെ നെക്കിനോട് ചേർത്തിട്ടും പിന്നെ അതിൻ്റെ തൊട്ട് ഒരു 1/4 ഇഞ്ച് വിട്ടിട്ടും അടിക്കാറുണ്ട്. നിങ്ങൾക്ക് അങ്ങനെ ചെയ്യണം എന്നുണ്ടെങ്കിൽ ചെയ്തോളൂ. ഞാനിപ്പോൾ ഒറ്റ സ്റ്റിച്ച് ചെയ്തിട്ടുള്ളൂ. പിന്നെ ഇതാ ഈ ലൈനിങ് ഫുള്ള് കവർ ചെയ്ത് നമുക്ക് അടിച്ചെടുക്കാം കേട്ടോ. അപ്പോൾ ഷോൾഡറിൻ്റെ അവിടെ നിന്ന് വന്നിട്ട് നമുക്ക് താഴോട്ട് ഫുള്ളായിട്ട് അടിച്ച ശേഷം നമ്മൾ ലൈനിങ് ഫുള്ളും കവർ ചെയ്തിട്ടുണ്ട്. എന്നിട്ട് എക്സ്ട്രാ വരുന്ന പീസുകളൊക്കെ നമുക്ക് കട്ട് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം എന്താ നമ്മൾ ബാക്കും ഫ്രണ്ടും അതേപോലെ നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഷോൾഡർ ജോയിൻ ചെയ്ത് കൊടുക്കണം. ഇനി ഷോൾഡർ ജോയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ബാക്ക് പീസിന് ലൈനിങ് കവർ ചെയ്തിട്ടില്ല. കാരണം അതിൻ്റെ ഉള്ളിൽ വെച്ചിട്ട് വേണം നമ്മൾ ഇത് കണക്ക് മടക്കിയിട്ട് ഷോൾഡർ ജോയിൻ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. ഇതേപോലെ ഷോൾഡർ ജോയിൻ ചെയ്തെടുക്കുന്ന സമയത്ത് നമുക്ക് അവിടെ ഇങ്ങനെ തയ്യൽ തുമ്പൊന്നും കാണില്ല കേട്ടോ. നന്നായിട്ട് പെർഫെക്റ്റ് ആയിട്ട് നന്നായിട്ട് കവർ ചെയ്ത് നിൽക്കുന്ന പോലെ ഉണ്ടാവും. അങ്ങനെ ഇതാ ഷോൾഡറൊക്കെ ജോയിൻ ചെയ്ത് കഴിഞ്ഞു. ഇനി നമ്മളിത് ഫ്രില്ല് വെക്കാൻ വേണ്ടി പോവുകയാണ്. അപ്പോൾ ഫ്രില്ലിൻ്റെ പീസിൻ്റെ സെൻറ്റർ പോർഷനും നമ്മുടെ ബോഡിയുടെ സെൻറ്ററും ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട്. സെൻറ്റർ അറിയാൻ വേണ്ടിയിട്ട് മാത്രമാണ്. ഇനി ആ സെൻറ്റർ നമ്മളിത് കറക്റ്റായിട്ട് വെച്ച് കൊടുക്കുക. അതായത് നല്ല വശവും വെച്ചിട്ട് വേണം വെച്ച് കൊടുക്കാൻ വേണ്ടിയിട്ട്. എന്നിട്ട് നമുക്ക് ഫുള്ളായിട്ട് ഫ്രില്ലിട്ട് കൊടുക്കുക കേട്ടോ. ഫ്രണ്ടിലുള്ള ഫ്രില്ലൊക്കെ നമ്മൾ ഇട്ടിട്ടുണ്ട്. ഇനി ബാക്ക് പോർഷനിലുള്ള ഫ്രില്ല് ഇട്ട് കൊടുക്കുക. സെയിം ഇതേപോലെ തന്നെ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ദാ ഇതുപോലെ ഫ്രണ്ടും ബാക്കും ഒക്കെ നമ്മൾ ഫ്രിൽസൊക്കെ ഇട്ടെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് സ്ലീവാണ് വെച്ച് കൊടുക്കേണ്ടത്. സ്ലീവിൽ ഞാൻ ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ, നമ്മൾ ഫ്രിൽസ് വെച്ചതുപോലെ തന്നെ സ്ലീവിൻ്റെ മുട്ടിന് താഴോട്ട് ഇങ്ങനെ ഫ്രില്ല് കൊടുക്കുന്നുണ്ടെന്ന്. അപ്പോൾ അത് അതേപോലെ നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി സ്ലീവ് വെച്ച് കൊടുക്കാം. അപ്പോൾ സ്ലീവ് ഒരു ഭംഗിക്ക് വേണ്ടിയിട്ട് ഇതുപോലുള്ള ലേസൊക്കെ ഞാൻ വെച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതൊക്കെ വെച്ചെടുത്തിട്ടുണ്ട്. ഇനി സ്ലീവും നമുക്ക് ജോയിൻ ചെയ്യുന്നത് സെൻറ്ററിൽ നമുക്ക് വെച്ച് കൊടുക്കാം. അതായത് നല്ല വശവും വെച്ചിട്ട് നമുക്ക് വെച്ച് കൊടുത്തതിന് ശേഷം ഫുള്ള് സ്ലീവ് ആ റിഗാളിൻ്റെ അവിടെ നിന്ന് ഇങ്ങനെ നമുക്ക് കറക്കി അടിച്ചു കൊടുക്കാം. ഞാനിപ്പോൾ സെൻറ്ററിൽ നിന്നാണ് ഒരു ഭാഗത്തേക്ക് തുടങ്ങിയിരിക്കുന്നത്. അപ്പോൾ ഇതുപോലെ ഇങ്ങനെ അടിച്ചെടുത്തിട്ട് നമ്മൾ നോക്കുമ്പോൾ നമ്മുടെ കൈയൊക്കെ നന്നായിട്ട് ജോയിൻ്റ് ആയിട്ടുണ്ടാവും. അതേപോലെ രണ്ട് ഭാഗവും നമുക്ക് സ്ലീവൊക്കെ വെച്ചെടുക്കാവേ. നിങ്ങൾക്ക് ഇതിൽ എന്ത് ഡൗട്ട് ഉണ്ടെന്നുണ്ടെങ്കിലും കമൻറ്റ് ഇടുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ റിപ്ലൈ തരുന്നതായിരിക്കും. അതപ്പോൾ നമ്മൾ സ്ലീവൊക്കെ വെച്ചെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ സൈഡ് ജോയിൻ ചെയ്യണം. അപ്പോൾ നമ്മളെടുത്ത് കറക്റ്റ് അളവിൻ്റെ മാർക്കൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നല്ലോ, ആ മാർക്കിൽ വെച്ചിട്ട് കറക്റ്റായിട്ട് നമുക്ക് രണ്ട് സൈഡും ജോയിൻ ചെയ്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ ജോയിൻ ചെയ്യുന്ന സമയത്ത് ആ ഫ്രിൽസിൻ്റെ അവിടെ വെച്ചിട്ട് ഇങ്ങനെ സ്ട്രെയിറ്റ് കൊടുക്കാണ്ട് ഒരു കുറച്ചൊന്ന് നീക്കി കൊടുത്താൽ മതി. അതായത് ഒരു സ്കേർട്ട് പോലെ കിടക്കാൻ വേണ്ടിയിട്ട് കേട്ടോ. ഇല്ലാന്നുണ്ടെങ്കിൽ ഇങ്ങനെ ചേർത്ത് അടിച്ചു കഴിഞ്ഞാൽ ഒട്ടിക്കിടക്കുന്നത് പോലെ ഉണ്ടാവുമേ. അപ്പോൾ ഒരു ഫ്രോക്ക് പോലെ തോന്നില്ല. അപ്പം നമ്മുടെ രണ്ട് സൈഡും ഒക്കെ ഒന്ന് ജോയിൻ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ സ്ലീവിൽ ആ ലേസ് വെച്ച് കൊടുത്തില്ലേ, അതേപോലെ നമുക്ക് ബോട്ടത്തിൽ ഒന്ന് വെച്ച് കൊടുക്കാം. അപ്പോൾ കാണുമ്പോൾ നല്ല ഭംഗി ഉണ്ടായിരിക്കും കേട്ടോ. ഇല്ലാന്നുണ്ടെങ്കിൽ സ്ലീവിൽ മാത്രം ആകുമ്പം ഒരു രസം ഉണ്ടാവില്ല. അപ്പോൾ നമ്മളിതാ സ്ലീവ് എല്ലാം ലേസൊക്കെ വെച്ച് നമ്മുടെ ഫൈനൽ ലുക്ക് ഇങ്ങനെയാണ് കേട്ടോ. ഡ്രസ്സിൻ്റെ നല്ല ഭംഗിയാണ്. ഇതിനി ഇട്ടുകൂടി കഴിഞ്ഞാൽ നല്ല രസമായിരിക്കും കേട്ടോ. ഞാൻ ആദ്യം തന്നെ കട്ട് ചെയ്യുമ്പോൾ ഈ ഹൊറിസോണ്ടലും വെർട്ടിക്കലും വരുമ്പോൾ നല്ല ഭംഗിയായിരിക്കും എന്ന് പറഞ്ഞില്ലേ, ആ ഡ്രസ്സ് തന്നെ കണ്ടില്ലേ, ഇപ്പം നല്ല ഭംഗിയില്ലേ കാണാനായിട്ട്. വളരെ സിമ്പിൾ മെത്തേഡിൽ എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് നമ്മൾ കട്ട് ചെയ്യും സ്റ്റിച്ച് ചെയ്യുകയൊക്കെ ചെയ്തത്. അപ്പോൾ വേഗം തന്നെ എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായം പറയണേ. ഈ സിമ്പിൾ മെത്തേഡ് ഇഷ്ടമായ നിങ്ങൾ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഷെയർ ചെയ്യാൻ മറക്കരുത് കേട്ടോ. അപ്പോൾ ബൈ.